താങ്കൾ ഉറപ്പിച്ചിരിക്കുന്നൊരു കാര്യം ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോറി, കോൺഗ്രസും നിങ്ങളും കൂടി ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുക. 10 രൂപ തന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. BJP അപ്രസക്ത. നിങ്ങൾ 2019 ശേഷം നിങ്ങളിവിടെ ഇല്ലായിരുന്നോ? നിങ്ങൾ വിദേശത്തായിരുന്നോ? 2019 ശേഷമാണ് ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണക്കൂട്ടാത്തത്? അത് കണക്കേയല്ലേ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എപ്പോഴും ഒരു കൃത്യമായ അളവാണോ? ഒരിക്കലുമില്ല. താങ്കൾ ഉറപ്പിച്ചിരിക്കുന്നൊരു കാര്യം ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോറി, അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിലെ യാഥാർത്ഥ്യം പറഞ്ഞാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം. നിങ്ങളും കോൺഗ്രസ്സുകാരും കൂടിയുള്ള പ്രചരണം, കോൺഗ്രസും നിങ്ങളും കൂടി ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുക. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കണ്ട് നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റീൻ്റെ മുഖ്യ രക്ഷാധികാരി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഇന്നലെ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത് മുഴുവൻ. ജോയിനെ സഹായിക്കാൻ അവിടെ പരിചയമുള്ള ആളുകൾ പോയി കാണും. CPM ആളുകൾ, അത് ഏത് പാർട്ടിയും സ്വന്തം പാർട്ടിയുടെ ആളുകൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ പോയെന്ന് വരും. അതിൻ്റെ അർത്ഥം അവർക്ക് താല്പര്യമുള്ള ഇടതുപക്ഷ മുന്നണികൾ LDF-ന് CPM-ന് താല്പര്യമില്ല, നിങ്ങൾ ഒറ്റപ്പെട്ട് എന്ന് പറയുന്ന ദുസ്സൂചനയായി പറയുന്നില്ല ഭാഗം കേട്ടോ. ആ ദുസ്സൂചന നമ്മളെടുത്ത് വില പോലെ സുഹൃത്തെ. ഞാൻ ഒരു പൊതു അപേക്ഷ ഞാൻ എല്ലാവരോടും പറഞ്ഞു, സഹായിക്കണം. 10 രൂപ തന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. 10 രൂപ അവൻ പറഞ്ഞു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, എനിക്ക് ഓടിയിട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്നാലും എൻ്റെ മനസ്സ് നിങ്ങളെ കൂടിയുണ്ട്. 10 രൂപ, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്, 100 രൂപയുണ്ട്, 500 ഉണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കും. കാരണം പണത്തിൻ്റെ കുഴപ്പം, പണത്തിൻ്റെ ആധിപത്യം കൊണ്ട് തിരുവനന്തപുരം പോലൊരു മണ്ഡലം നേടിയെടുക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ പെസക പറ്റിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ മണ്ഡലത്തിൽ 3 പ്രധാനപ്പെട്ട മുന്നണികൾ മത്സരിക്കുന്നു. അതിൽ പ്രധാനം LDF UDF. BJP അപ്രസക്ത. 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പോൾ വന്നിട്ട് ഞാനിനി മന്ത്രിയാൽ ഇന്നതാക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും വലിയ അർത്ഥമില്ല. ശശി തരൂരിൻ്റെ പ്രചരണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾ നോക്കേണ്ട. ആ പ്രചരണത്തിൻ്റെ കാര്യം അത് വേറെ കാര്യം. പക്ഷേ ശശി തരൂരാണ് ഇവിടുത്തെ മുഖ്യമായ നമ്മുടെ എതിരാളി. അതാണ്. മറ്റവർ വളരെ താഴെയാണ്.